സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കഥയ്ക്ക് ഉള്ളിൽ മറ്റൊരു കഥ കൂടി വിവരിക്കുകയാണ്. ജായിറൂസിൻ്റെ 12 വയസ്സായിട്ടുള്ള ഓമനപുത്രിയെ സുഖപ്പെടുത്തുവാനായിട്ട് യേശു പോവുകയാണ്. ഈ പോകുന്ന വഴിയിൽ മറ്റൊരു പ്രായമുള്ള സ്ത്രീയെയും യേശു സുഖപ്പെടുത്തുകയാണ്. 12 വർഷമായിട്ട് രോഗിയായിരുന്നു അവൾ. ജായിറൂസ് സമൂഹത്തിൽ വളരെ നല്ല ഒരു പദവി വഹിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു. സിനഗോഗ് നടത്തിപ്പുകാരനായിരുന്നു. അയാൾക്ക് അധികാരമുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു. ഇത് വെച്ച് തൻ്റെ പുത്രിയെ സുഖപ്പെടുത്തുവാനായിട്ട് ഉള്ള സകല സാധ്യതകളും അയാൾക്കുണ്ടായിരുന്നു. അയാളത് ചെയ്തിട്ടുമുണ്ട്. എങ്കിലും അവിടെ അയാൾ മനസ്സിലാക്കുകയാണ്, തൻ്റെ ധനവും തൻ്റെ അധികാരവും അതുപോലെ തന്നെ വൈദ്യന്മാരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തുമൊന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുക ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പ്രായമുള്ള സ്ത്രീയും. 12 വർഷമായിട്ട് ഇവൾ രോഗിയായിരുന്നു. ഈ 12 വർഷം തീർച്ചയായിട്ടും ഇവൾ സകല വൈദ്യന്മാരെയും സകല ചികിത്സാ രീതികളും അവലംബിച്ചിട്ടുണ്ടാകും. പക്ഷേ ഫലമുണ്ടാകുന്നില്ല. ഈ ഒരവസ്ഥയിലാണ് ഇവർ യേശുവിനെ പറ്റി അറിയുന്നത്, യേശുവിൽ പ്രത്യാശ വയ്ക്കുന്നത്. അവൻ്റെ ഒരു സ്പർശനം, അവൻ്റെ ഒരു സഹവാസം, അത് അവരെ സുഖപ്പെടുത്തുമെന്ന് അവർ തീക്ഷ്ണമായിട്ട് വിശ്വസിക്കുക. സുവിശേഷം പറയുന്നു, മനുഷ്യർ പല രീതിയിൽ വേദനകൾ അനുഭവിക്കുന്നവരാണ്. അത് ചെറുപ്പക്കാരാകാം, പ്രായമുള്ളവരാകാം, ഇനി ഇവരോടൊപ്പം ഈ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന അവരുടെ വേണ്ടപ്പെട്ടവരുമാകാം. അവർ നമ്മോട് പറയും, ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ സ്പർശനം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അസാധ്യമായിട്ടുള്ളത് സാധ്യമാക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ മറ്റ് ചില മനുഷ്യരെ കൂടി കാണുന്നുണ്ട്. ജായിറൂസിൻ്റെ ഭവനത്തിന് മുമ്പിൽ സമ്മേളിച്ചിരിക്കുന്ന മനുഷ്യർ. യേശു അവിടെ കടന്നു വരുമ്പോൾ യേശുവിനെ അവർ പരിഹസിക്കുകയാണ്. കാരണം യേശുവിൻ്റെ വാക്കുകളെ അവർ മനസ്സിലാക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഈ ഒരു രീതി നമ്മൾ ഇന്നും കാണുന്നുണ്ട്. പലരും പറയുന്നു, മതം എന്നുള്ളത്, ആത്മീയത എന്നുള്ളത് മനുഷ്യരെ പറ്റിക്കലാണ്, അത് അറിവില്ലായ്മയാണ്. ഇത്രയും നേട്ടങ്ങളും പുരോഗമനങ്ങളും ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. അതെ, ഇത് മണ്ടത്തരമാണ്. കാരണം ഈ പറയുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവർ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ അതുവരെ അവർ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തിരസ്കരിച്ചവർ മറ്റൊരു ഘട്ടത്തിൽ ഇതൊക്കെ ഏറ്റുപറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. ജായിറൂസിനും ഈ പ്രായമുള്ള സ്ത്രീക്കും പക്ഷേ ഈ ഒരു സഹായം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയും, ലോകത്തിൻ്റെ സകല വിജ്ഞാനത്തിനും അധികാരങ്ങൾക്കും ഉപരിയാണ് ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശക്തി. അതെ, നമ്മൾ പല രീതിയിലുള്ള മനുഷ്യരെയും അവരുടെ നിലപാടുകളെയുമാണ് കാണുന്നത്. പ്രശ്നങ്ങളിൽ ദൈവത്തിലേക്ക് തിരിയുന്ന മനുഷ്യർ, അവരുടെ വിശ്വാസം ഏറ്റുപറയുവാനായിട്ട് മടിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുക. ഈ ഒരു പ്രത്യാശയാണ് അവർ നമ്മൾക്ക് പകർന്നു നൽകുന്നത്. മറുവശത്ത് ഇതൊക്കെ വെറും കളവാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന മനുഷ്യരും. സ്നേഹമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഉത്തരവാദിത്വമെന്നത് ഈ സുഖപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമൊക്കെ ഇപ്രകാരം പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യരുണ്ട്. രോഗത്തിലും ഏകാന്തതയിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യർ. അവർക്കൊക്കെ നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടോ, നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ടോ, നമ്മുടെ ഒരു ചെറിയ സഹായം കൊണ്ടോ തുണയാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്, കരുത്ത് ആകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ വേദനകളിൽ, പ്രശ്നങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യേശു ആ
ബാലികയോട് പറഞ്ഞതുപോലെ അവരെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട്, എഴുന്നേൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? നമുക്ക് കഴിയുന്ന രീതിയിൽ ഇപ്രകാരമുള്ള നന്മകൾ ചെയ്യാം. അതുവഴി നമ്മോട് ഒപ്പമായിരിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.